നമസ്കാരം. മുംബൈ നഗരത്തിലെ പൊവായ് മേഖലയിൽ യുവാവ് ബന്ദികളാക്കിയ 17 കുട്ടികളെ കഴിഞ്ഞ ദിവസം രക്ഷപ്പെടുത്തിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ പ്രതി രോഹിത് ആര്യ വെടിയേറ്റു കൊല്ലപ്പെട്ടു. കുട്ടികളെല്ലാം സുരക്ഷിതരാണെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. കുട്ടികളെ ബന്ദികളാക്കി രോഹിത് ആര്യ എന്നയാൾ കുട്ടികളെ തടവിലാക്കിയിരുന്ന സമയത്ത് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ ചില ആളുകളിൽ നിന്ന് ചില കാര്യങ്ങളിൽ തനിക്ക് ഉത്തരം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. എനിക്ക് വളരെ ലളിതമായ ചില ഡിമാൻഡുകളാണുള്ളത്. എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. ചിലരോട് എനിക്ക് സംസാരിക്കണം. ഉത്തരങ്ങൾ വേണം. ഞാനൊരു ഭീകരവാദിയല്ല. ഞാൻ പണവും ആവശ്യപ്പെടുന്നില്ല. ചിലരോട് സംസാരിക്കാൻ മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ഇതായിരുന്നു ആ വീഡിയോയിൽ രോഹിത് പറഞ്ഞത്. തനിക്കെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ കെട്ടിടത്തിന് തീയിടുമെന്നും താൻ മരിച്ചാലും ഇല്ലെങ്കിലും കുട്ടികളെ അത് അനാവശ്യമായി വേദനിപ്പിക്കുമെന്നും അങ്ങനെ ഉണ്ടായാൽ താൻ ഉത്തരവാദി ആകില്ല എന്നുമാണ് രോഹിത് പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നത്. പിന്നീട് കുട്ടികളെ രക്ഷപ്പെടുത്തുവാനുള്ള പോലീസിന്റെ ശ്രമത്തിനിടെ രോഹിത് വെടിയേറ്റ് മരിച്ചു. മഹാരാഷ്ട്ര മുൻ വിദ്യാഭ്യാസ മന്ത്രി ദീപക് കേസർക്കറുമായി സംസാരിക്കണമെന്നാണ് രോഹിത് ആവശ്യപ്പെട്ടതെന്ന് പൊവായ് പോലീസ് സീനിയർ ഇൻസ്പെക്ടർ ജീവൻ സോനാവാന പറഞ്ഞു. രോഹിത്തിന് വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സോനാവാനെ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. 10 മുതൽ 14 വയസ്സുവരെയുള്ള 16 കുട്ടികളെയും ഒരു സ്ത്രീയെയുമാണ് രോഹിത് ബന്ദിയാക്കിയത്. മുംബൈയിലെ എലാൻ ബിൽഡിംഗിലുള്ള RA സ്റ്റുഡിയോയിൽ വെബ് സീരീസിന്റെ ഓഡിഷൻ എത്തിയവരെയാണ് 3 മണിക്കൂറോളം ഇയാൾ ബന്ദികളാക്കിയത്. ഹൈഡ്രോളിക് കട്ടറുകൾ ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ ഗ്രില്ലുകൾ അറുത്തുമാറ്റിയാണ് പോലീസ് ബന്ദികളെ രക്ഷിച്ചത്. പൊവായിലെ RA സ്റ്റുഡിയോ എന്ന അഭിനയ പഠന കേന്ദ്രത്തിൽ രാവിലെയോടെയാണ് രോഹിത് ആര്യ കുട്ടികളെ ബന്ദികളാക്കിയത്. വെബ് സീരീസിന്റെ ഓഡിഷനു വേണ്ടി വിളിച്ചു വരുത്തിയ കുട്ടികളെ ഇയാൾ ബന്ദികളാക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ തനിക്ക് ചില ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഇയാൾ ഒരു വീഡിയോയും പുറത്തുവിടുകയായിരുന്നു. പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതിനിടെയാണ് ഇയാൾക്ക് വെടിയേറ്റത്. സാരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ മരിച്ചു. കുട്ടികളെ സുരക്ഷിതരായി രക്ഷിതാക്കൾക്കൊപ്പം വിട്ടതായി മുംബൈ പോലീസ് വ്യക്തമാക്കി. പ്രതി മാനസിക രോഗിയാണെന്നും സംശയിക്കുന്നതായി പോലീസ് നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. തനിക്ക് അധികൃതരോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും അതിനു വേണ്ടിയിട്ടാണ് ഈ കുട്ടികളെ ബന്ദികളാക്കിയതെന്നുമാണ് ഇയാൾ വീഡിയോയിൽ പറയുന്നത്. തന്റെ ആവശ്യം അംഗീകരിക്കാതെ കുട്ടികളെ ഉപദ്രവിക്കപ്പെട്ടാൽ താൻ ഉത്തരവാദിയായിരിക്കില്ല എന്നും ഇയാൾ പറയുന്നുണ്ട്. ഈ രോഹിത് ആര്യയുടെ കൈവശം ആ സമയത്ത് ഒരു എയർഗൺ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പോലീസ് ആദ്യം ഇയാളുമായി ആശയവിനിമയം നടത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും പ്രതി വഴങ്ങിയില്ല. തുടർന്ന് ശുചിമുറിയിലൂടെ അകത്ത് കടന്നാണ് രോഹിത് ആര്യയെ കീഴ്പ്പെടുത്തിയത്. ഇതിനിടെയാണ് വെടിയേറ്റതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രോഹിത് ആര്യ RA സ്റ്റുഡിയോയിലെ ഒരു ജീവനക്കാരനായിരുന്നു. ഇദ്ദേഹം ഒരു യൂട്യൂബ് ചാനലും നടത്തിയിരുന്നു. ദിവസങ്ങളായി ഇയാൾ ഓഡിഷൻ നടത്തി വരികയായിരുന്നു. വ്യാഴാഴ്ച രാവിലെയോടെ ഏകദേശം 100 കുട്ടികൾ ഈ ഓഡിഷനെത്തി. ഇതിൽ ഏകദേശം 80 കുട്ടികളെ വിട്ടയച്ച ശേഷം 15 മുതൽ 20 കുട്ടികളെ ബന്ദിയാക്കുകയായിരുന്നു. സ്റ്റുഡിയോയുടെ 1ാം നിലയിലെ ജനലിലൂടെ നിരവധി കുട്ടികൾ പുറത്തേക്ക് നോക്കുന്നത് കാണാമായിരുന്നു. പൂനെ സ്വദേശിയായ രോഹിത് ആര്യ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും ശിവസേന നേതാവുമായ ദീപക് കേസർക്കറുടെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്കൂൾ പ്രോജക്ടിന് ടെൻഡർ നേടിയിരുന്നു. 1 കോടിയോളം രൂപ ദീപക് തന്റെ കയ്യിൽ നിന്ന് ചെലവിട്ട് പദ്ധതി പൂർത്തീകരിച്ചു. എന്നാൽ ഈ പ്രോജക്ടിന്റെ പണം തനിക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ചില്ലെന്ന് ഈ രോഹിത് അവകാശപ്പെടുന്നു. കേസർക്കർ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ രോഹിത് പലതവണ പ്രതിഷേധം നടത്തിയിരുന്നു. 2023 മഹാരാഷ്ട്രയിൽ സ്വച്ഛതാ മോണിറ്റർ എന്ന പദ്ധതി രോഹിത് ആര്യ ആരംഭിച്ചിരുന്നു. ഇതിനും തനിക്ക് പണം ലഭിച്ചില്ലെന്നും പദ്ധതിയുടെ ക്രെഡിറ്റ് നഷ്ടപ്പെട്ടുവെന്നുമാണ് ഇദ്ദേഹം ആരോപിച്ചിരുന്നത്.